വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഒരാളെ പരിചയപ്പെടണം. ഇതാണ് നമ്മളുടെ നാലാമത്തെ ആൾ, ഹർഷ പ്രദീപ്. ആള് ഞങ്ങളോട് ഒരുമിച്ച് പഠിച്ചതാണ്. എനിക്കിപ്പോൾ എന്താ പറയണതെന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് കുറേ വീഡിയോ സജഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഏജ് പറയണം, എന്താ ചെയ്യുന്നതെന്ന് പറയണം എന്നുള്ള കാര്യമൊക്കെ. അതിപ്പോൾ നീനോടെ വന്നിട്ട് ഞങ്ങൾ ആ വീഡിയോ എടുക്കാം. ഇന്നിപ്പോൾ നീനു ഓഫീസിൽ പോയേക്കാം. അപ്പം നമ്മൾ ഇന്ന് ഓർത്തു എന്ത് വീഡിയോ എടുക്കാതെ. അപ്പോൾ ഹർഷു മെട്രോയിൽ വന്നപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. എന്താണ് നിനക്ക് പറയാനുള്ളത്? അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാനൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് അവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവരുടെ ആർക്കാണോ അറിയാം അവരാദ്യം ക്ലാപ്പ് ചെയ്യണം. ആരാണോ ആദ്യം പറയുന്നത് അവർക്ക് പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഹർഷുവിന്റെയാണ്, ഇത് ഹർഷുവിന്റെയാണ്, ഇത് സോനയുടെ, അവളുടെ അല്ല ചിച്ചുവിന്റെ ആണ്, ഇത് സോനയുടെ ആണ്, ഇത് അവളുടെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എൻ്റെ ഫേവറേറ്റ് കളർ. ഇത് പറ്റില്ല. ക്വസ്റ്റ്യൻ പറഞ്ഞു. ഓക്കെ, പറഞ്ഞോ. ക്ലാപ്പ് അടിച്ചാൽ പോലെ ഉത്തരം പറയണോ? ബ്ലാക്കും പിങ്കും. ഒരു കളറാട്ടോ പറയാൻ പറ്റുള്ളൂ. രണ്ടും എൻ്റെ ഫേവറേറ്റ് കളറാണ്. ഫസ്റ്റ് പോയിന്റ് സോനിക്ക്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഞാൻ പഠിച്ച സ്കൂള്. ഞാൻ പഠിച്ചിട്ടുള്ള സ്കൂളുകള് 3 സ്കൂളുണ്ട്. ഇത് 2 പറഞ്ഞാൽ അവൾക്ക് അറിയില്ലെങ്കിൽ അപ്പൊ നിനക്ക് കേവി പറയാൻ പറ്റില്ല. അല്ല, കേവി ഓൾറെഡി പറഞ്ഞു. അപ്പൊ നിനക്കത് പറയാൻ പറ്റില്ല. എനിക്ക് പറയാനോ? 3 സ്കൂളിൽ പഠിച്ചില്ല. അപ്പൊ നിനക്ക് ഇതിന് 2 പറയാം. സോന ഒന്നും കൂടി പറഞ്ഞാൽ ഹാഫ്. ഹാഫോ സ്കൂൾ ശാത്തമംഗലം. അയ്യോ, എന്തായിരുന്നു മറ്റേ നീ ബസ്സിലൊക്കെ കയറി സ്കൂള്? ശാന്തി നിക്കേതൻ. വിവേകാനന്ദയോ? അല്ല, നമുക്ക് ഹാഫ് പോയിന്റ് കൊടുത്തു. നീനൊരു ഹാഫ് പോയിന്റ്. എന്താ ആൻസർ? കാണിക്കാൻ വന്നതാ. ഓ, ഞാനൊരു വേറെന്താ പറഞ്ഞു? ശാത്തമംഗലം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എന്റെ ഹോബി. ഓക്കെ, അപ്പൊ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് ഏതാ? ഇത് എനിക്കും അറിയാം. ഇതിന് പോയിന്റ് കൊടുക്കാൻ പറ്റത്തില്ല. ഇത് പറ്റത്തില്ല. ഇല്ല, കൈയടിച്ച് എഴുതിട്ട് പോകാനാണ് മോളി പറഞ്ഞിട്ടുണ്ടോ? ഇത് ഇവര് നമ്മൾ അടിയാവുന്നോ? നോ, എനിക്ക് 2, അവൾക്ക് ഹാഫ്. ഓക്കെ, അല്ല, പേര് പറഞ്ഞില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഈസി ക്വസ്റ്റ്യൻ. ആം ഐ എ മോർണിംഗ് പേഴ്സൺ? അടുത്ത ആൻസർ പറയാതിരിക്കാം. അടുത്ത് നമുക്ക് മീനൊരു ഹെഡ് സ്റ്റാർട്ട്. ഓക്കെ, എന്റെ കംഫർട്ട് ടി വി ഷോ, ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ടി വി ഷോ ഫ്രണ്ട്സ്. ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടാട്ടോ കൈയടിക്കാൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടേ കൈയടിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് 1.5, 3. അടുത്ത ക്വസ്റ്റ്യൻ, ഓക്കെ, അതിന്റെ തന്നെ ഫ്രണ്ട്സിൽ എന്റെ ഫേവറേറ്റ് ആണ്. അപ്പൊ നിനക്ക് അടുത്ത പറയാനോ? എനിക്ക് ഫ്രണ്ട്സിലെ ക്യാരക്ടേഴ്സ് അറിയത്തില്ല. മറ്റേ ജോയ് നീ മോളിക്കാണോ? ജോയ്. അപ്പൊ എനിക്ക് 4 guys. 4, 1.5. ഓക്കെ, ഇത് കുറച്ച് ടഫായിരുന്നു. നിങ്ങൾക്ക് അറിയോ എന്നുള്ളത് എനിക്കറിയില്ല. എന്റെ ഫേസ്റ്റ് പെറ്റിന്റെ പേര്. എനിക്കറിയാം. അപ്പൊ ഞാൻ ക്ലാപ്പ് ചെയ്തിട്ടില്ല. നീ ജൂഹി പറഞ്ഞു. അപ്പൊ ക്ലാപ്പ് ചെയ്തപ്പോ തന്നെ പറയണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ 3 പേരുള്ളതാ. നമ്മൾ 3 പേരായിട്ട്
ആദ്യമായിട്ട് 10 വയസ്സായി. ഞാനല്ലേ ഫസ്റ്റ് ഉണ്ണിച്ചെറയിലുള്ള അല്ല വെയിറ്റ് പപ്പായ പപ്പായ കാഫെ പപ്പായ ഇനി പടുമ്പയിനായ അന്ന് ഞങ്ങളിട്ട് ഡ്രസ്സ് വരെ എനിക്ക് ഓർമ്മയുണ്ട്. അതെനിക്ക് ഓർമ്മയുണ്ട്. അല്ല നമ്മളെപ്പോഴാ മറ്റേ എടപ്പള്ളിയിലുള്ള അപ്പൊ അത് കഴിഞ്ഞിട്ട് പോയതല്ലേ? കഴിഞ്ഞു പോയതാ. ഓക്കെ, അന്ന് ഹർഷം എന്നിട്ട് അന്ന് ഞാനിട്ടത് നിന്റെ അവളുടെ black. അവള് black നീ ഇട്ടു. ഇട്ടത് എന്റെയല്ലേ? white White ഇട്ടു. ഇട്ട്. ഹർഷ മറ്റേ ഞാൻ black ഇട്ടു. ബ്ലാക്ക് മറ്റേ ഷീറ്റ് ടോപ്പ്, ഇവിടെ ഫുൾ വൈറ്റ് ഇതുള്ളത്. ഞാൻ മറ്റേ ഓക്കെ, ഞങ്ങളുടെ ആ ഫോട്ടോ വെച്ചോടെ ഇവിടെ കാണിക്കാം. വാട്ട് വുഡ് ഐ ഡു ഓൺ എ വീക്കെൻഡ്? സ്റ്റേ ഇൻ, സ്റ്റേ ഔട്ട്. അപ്പൊ clap അടിച്ച് ഞാനോ? അപ്പൊ നീ ഇടയ്ക്ക് വെച്ചല്ലേ ക്ലാപ്പ് അല്ല, what would you go out to the question ചെയ്ത് എവിടെയായിരുന്നു? I got 4. പിന്നെ എവിടെ ഉണ്ട് എത്ര question നിനക്ക് ചെയ്തിട്ട്? 4 അല്ല, നിനക്ക് അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. പപ്പായ കൂടെ പറഞ്ഞപ്പോ 5 question ആയി. ഓക്കെ, എന്റെ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ട്. പറഞ്ഞു അയ്യോ, ഞാനത് എനിക്കത് അറിയാത്ത ഞാൻ അതിന് മുന്നേ വേറെ ആരും കുറച്ച് ഉറക്കം പറ. ശിഖ കുട്ടിനാഥ്. അപ്പൊ എനിക്ക് എത്രയാ? ഇപ്പൊ നിനക്ക് 4. എനിക്ക് 4.5, നിനക്ക് 5. പക്ഷെ ഒരു ശിഖയൊക്കെ എനിക്ക് മീൻസ് മറ്റേ ഞാനുണ്ടായിരുന്നത് ഇപ്പൊ ഞാൻ contact ചെയ്തല്ലേ? ഗായത്രി. ഫസ്റ്റ് ഫ്രണ്ട് വേറെയാ. ഫസ്റ്റ് ഫ്രണ്ട് വേറെയാ. എന്റെ ഫസ്റ്റ് ഗായത്രി. ഇല്ല, അത് നിനക്ക് അറിയാം. നിനക്ക് അറിയാം എന്റെ ഫസ്റ്റ് ഫ്രണ്ട് ആരാന്ന് നിനക്ക് അറിയാം. ഓ, ശിപ പക്ഷെ കുഴപ്പമില്ല. പക്ഷെ ഇത് എന്റെ സ്കൂളിലെ ഫേവറേറ്റ് സബ്ജക്ട് +1 +2 മാത്രം ഉണ്ടാവും. അപ്പൊ 6. ആർക്കോടെ കളിച്ചാൽ ഇവിടെ ജയിക്കുള്ളൂ. നമ്മള് ആസ് എ ഗ്രൂപ്പ് 6 പേരും കൂടി പോയ ഫസ്റ്റ് എന്റെ വീട് അല്ല, ആസ് എ ഗ്രൂപ്പ് 6 പേരുടെ കൂടെ പോയി ഫസ്റ്റ് ട്രിപ്പ് F6 പോയപ്പോഴുള്ള ട്രിപ്പാണ്. എവിടേക്കാ പോയത്? ഓക്കെ, നമ്മള് ആലപ്പുഴയിലാണ് പോയത്. ആലപ്പുഴയിൽ ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു. ഞങ്ങള് ആ സമയത്ത് ഞങ്ങൾ ACC എന്ന് പറഞ്ഞ കോഴ്സാണ് പഠിക്കുന്നത്. അപ്പൊ അതിനകത്ത് 13 പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 6 പേരുണ്ട്. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് 4 പേര് ഒരുമിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഞാനും നമിത വേറൊരു പേപ്പറാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവര് ട്രിപ്പ് പോകുന്ന കണ്ടപ്പോ ഇവര് ഞങ്ങളെ വിളിച്ചു. ഇത് ഞാൻ വീട്ടിൽ അത് ഞങ്ങളുടെ ട്യൂട്ടറായ മനു സാറും പറയുന്നുണ്ട്. അപ്പൊ അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ്. അതിന്റെ ഫോട്ടോയും ഞങ്ങൾ പറ്റുവാണെങ്കിൽ കാണിക്കാം. ഫസ്റ്റ് മീറ്റ് ചെയ്തത് ഏത് ഇയർ? പോയിന്റ്സ് ഓക്കെ, 2020 തുടങ്ങി 2021 കണ്ടു. That's why our page name is Group 21. അല്ലാതെ ഞങ്ങൾ 21 വയസ്സിൽ തുടങ്ങിയ അക്കൗണ്ട് ആയതുകൊണ്ട് നമ്മൾ 2021 കണ്ടു. അതുകൊണ്ട് തുടങ്ങിയ അക്കൗണ്ടാണ്. നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഗ്രൂ അത് നീയായിരുന്നു. എനിക്ക് ഓർമ്മയില്ല, നീയായിരുന്നു. ആർക്കെയാണ് ഇതിന്റെ പേര് പേര് കൊണ്ടുപോകുന്നത്? സജസ്റ്റ് ചെയ്താണ്. ഗൈസ്, ഇപ്പോഴത്തെ പോയിന്റ് 8.5 5.5 8. ഓക്കെ, എനിക്ക് അലർജീസ്. എനിക്ക് ഏതെങ്കിലും അലർജി? ഡസ്റ്റ്. മഷ്റൂം അലർജിക് ആണ്. വെയിൽ അലർജിയാണ്. അലർജി എന്നൊന്നും പറയില്ല ആൾക്കാർ. പക്ഷെ ഓർമ്മ നീ ചോദിച്ചോളൂ. നിന്റെ ആൻസർ എന്തായിരുന്നു? രണ്ടുണ്ട്. നിന്റെ കോമൺ അലർജി, പക്ഷെ മഷ്റൂം ഉള്ള സ്പെസിഫിക് ആയിട്ടുള്ളത്. ഞാൻ ഫൈനൽ എടുത്ത പോയിട്ട് ദാനം നീ എടുത്തു. എലിമേഷ്. സോന ഞങ്ങളുടെ ഗ്രൂപ്പിലെ എലിമേഷൻ. ഓക്കെ, ഞാൻ എപ്പോഴും ഇപ്പൊ നമ്മള് എവിടെയൊക്കെ പോകുമ്പോ am I always late or early? അയ്യോ, ഞാൻ പറയട്ടെ. പക്ഷെ നമ്മളെ ക്വസ്റ്റ്യൻ കഴിയുന്നതിന് മുന്നേ ഓക്കെ, അതെ. ആരാന്ന് ചോദിച്ചു. അല്ല, ഡ്രസ് ചൂസ് ചെയ്യാൻ ഹർഷ 1 മണിക്കൂർ എടുക്കും. സോ ഹർഷ അല്ല,
ബി ഓൺ ടൈം. ആ സമയത്ത് പക്ഷെ അതിന് മുന്നത്തെ സമയങ്ങളൊക്കെ ഹർഷു Yeah. എനിക്ക് തോന്നുന്നു ഏറ്റവും ലേറ്റ് ആവുന്നത് മീനു ആണ് തോന്നുന്നു. മീനു ലേ ആണ് ഏറ്റവും ലേറ്റ് ആവുന്നത്. മീനുന്റെ കൂലി തന്നെ ഉണ്ട് 1 മണിക്കൂർ. അതിന് മുന്നത്തെ പല പ്രൊസീജിയേഴ്സ് 2 മണിക്കൂർ. അതെ, റോസ്മേരി ഈ ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നല്ല question ആണ്. നല്ല ക്വസ്റ്റ്യനാണ്. എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയോ? അതിന് മുന്നേ സോനം ചോദിക്കില്ല. നിങ്ങൾക്ക് ലവ് ലാംഗ്വേജസ് അറിയോ? വാട്ട് ആർ ദി ലവ് ലാംഗ്വേജസ്? നിങ്ങൾക്ക് അറിയില്ല. ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിൽ ആൻസർ പറയാം. എന്റെ വാട്ട് ഇസ് മൈ ലവ് ലാംഗ്വേജ്? ഹഗ് ചെയ്യുന്നത് അതല്ലേ, അങ്ങനെയല്ല ലവ് ലാംഗ്വേജ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനേക്കാളും കിസ് ആണോ? ഓ, റൈറ്റിംഗ് ലെറ്റേഴ്സ്. അതുണ്ട്. ഇതൊക്കെ കൂടിയിട്ടുള്ളത് തന്നെ ഫിസിക്കൽ ടച്ച്. പക്ഷെ അതിനേക്കാളും കൂടുതൽ Giving gifts. Receiving gifts. അതന്നെ. അത് എന്തിന്റെ അടിയിലാണ് വരിക? ആക്ട്സ് ഓഫ് അയ്യോ, അതൊന്നും എനിക്കറിയില്ല. അപ്രിസിയേഷനോ ആക്ട്സ് ഓഫ് സർവീസ്. അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഫിസിക്കൽ അത് ടച്ച്. ഞാന് page അതിനേക്കാളും കൂടുതൽ ആക്ട്സ് ഓഫ് സർവീസ്. Okay. അങ്ങനത്തെ ലവ് ലാംഗ്വേജ് ഉള്ളത് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഉമ്മ വയ്ക്കുന്നത് കെട്ടിപ്പിടിക്കുന്ന Do I prefer to give gifts or receive gifts? ഒന്നും പറഞ്ഞാൽ മറ്റേത് ഞാൻ പറയാം. ഇതിന് ആദ്യം പറയുന്ന ആൾക്ക് മാത്രമേ പോയിന്റ്സ് ഉള്ളൂ. അത് പറ്റത്തില്ല. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ആൻസർ പറയാൻ പറ്റുമോ? എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണോ ഇഷ്ടം, ഗിഫ്റ്റ് കിട്ടുന്ന? എനിക്ക് രണ്ടും ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കിട്ടുന്നതാണ് തോന്നുന്നത്. എന്നുവെച്ചാൽ ഞാൻ ആലോചിച്ചതാ. എനിക്ക് രണ്ടും ഇഷ്ടമായിട്ട് തോന്നുന്നത്. നിനക്ക് അത് കഴിഞ്ഞിട്ടുള്ള അതിന്റെ ഹാപ്പിനെസ് കാണാൻ നിനക്ക് ഭയങ്കര ഇതാന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ്, ആ വ്യക്തിക്ക് ഇഷ്ടമായല്ലോ. പക്ഷെ എന്നാൽ ഇവിടെ കൊടുക്കുമ്പോൾ നമുക്കത് ആൾക്ക് ഇത് ഭയങ്കര ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൊടുക്കുന്നത് ഞാൻ പറയുന്നു. ഉണ്ടായിരുന്നു ഈ കളി എക്സ്പീരിയൻസ്. അങ്ങനെയല്ല, തോറ്റിട്ട് എന്ത് തോന്നുന്നു? സത്യത്തിൽ ഞാൻ ജയിച്ചോട്ടെ എന്ന് വെച്ച് കളിച്ച കളിയാണ്. കാണുന്നവർക്ക് തോന്നുന്നുണ്ടോ? അല്ലാതെ അവൾക്ക് അറിയാത്തോണ്ടൊന്നല്ല കേട്ടോ. നമ്മളെ പറ്റി പൊതുവെ നമ്മളെ 5 പേരെ പറ്റി ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ അറിയുന്നത് സോനയ്ക്കാണ്. ഏറ്റവും കൂടുതൽ ഓർത്ത് വെക്കുന്നത് സോനയാണ്. എന്റെ അച്ഛൻ എന്നാ ആശുപത്രിയിൽ പോയത്, എന്റെ അമ്മ എന്നാ പ്രസവിച്ചത്, സോനയ്ക്കാണ്. നമ്മുടെ അന്നത്തെ ദിവസം ഏത് ഡ്രസ്സാണ് ഇട്ടിരുന്നത് അതെ, ഇതുവരെ സോനയ്ക്ക് അറിയാം. Thank you for the confidence. ഈ സന്ദർഭത്തിൽ തോന്നുന്നു പലതും അവളോട് പറയണ്ടേ. Yeah. പപ്പായ പോയത് ആലോചിച്ചതാണ്. പപ്പായ പോയി തിരിച്ചു ഞങ്ങൾ ആ സമയത്ത് ഒരു പി ജിയിലാണ്. ജിയിലായിരുന്നു. നമ്മൾ കേറിയ സമയത്ത് കർഫ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 8 PM കർഫ്യൂ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങള് 6 മണിക്ക് പോയിട്ട് 7:45 എന്തോ ആയപ്പോ കാരണം നമ്മള് പത്തടിപ്പാലം വരെ പത്തടിപ്പാലത്തുനിന്ന് ഇവിടെ വരെ ഓടി. ഞങ്ങള് പത്തടിപ്പാലം പത്തടിപ്പാലം മെട്രോ സ്റ്റേഷനിൽ ഉണിച്ചറല്ല ഞങ്ങളെ പി ജി വരെ ഓടി. ബിക്കോസ് ഞങ്ങളുടെ പി ജി ആൻറ്റി പറഞ്ഞു 8 മണിക്ക് മുന്നേ തിരിച്ചെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീട് വരെ കിതച്ച് ഓടി എത്തി. അത് കഴിച്ചതൊക്കെ തീർന്നു. ഞാൻ ഓർക്കുന്നുണ്ട് നമ്മള് കഴിച്ചത് പിസ്സ മാർഗരീറ്റ കോമൺ ആയിട്ട് ഓർഡർ ചെയ്യാൻ ചെയ്തത്. ഞാൻ എന്താ കഴിച്ചത് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ ലൈം നമ്മൾ 3 ഓർഡർ ചെയ്തു. അത് നല്ല സെറ്റ് ലൈമായിട്ട് നമുക്കൊക്കെ തോന്നുകയും ചെയ്തത്. ഇതെല്ലാം തേച്ചായിരുന്നു വീടെത്തിയപ്പോഴത്തേക്കും. അതെ, വീടെത്തിയപ്പോഴത്തേനും എല്ലാവർക്കും വേറെ അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പോയ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. അതിലെ ട്രിപ്പ്. പിന്നെ നമ്മള് ഏറ്റവും എല്ലാവർക്കും ഓർമ്മയിൽ നിൽക്കുന്ന ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ മീനുവിന്റെ വീട്ടിൽ പോയാണ്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നില്ല. ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ ഈ വീഡിയോ എടുക്കാൻ നോക്കി നമ്മൾ എപ്പോഴും ചുമ്മാ ബ്ലോഗ് ഇടുന്നത്. അപ്പൊ എല്ലാവരും പറഞ്ഞു നമ്മുടെ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഒന്നും ഇല്ല. സത്യം പറഞ്ഞാൽ നമ്മളൊരു ഫണ്ടിന് വേണ്ടി തുടങ്ങിയതാ. എന്തായിട്ടെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഇന്ന് സാറ്റർഡേ ആണ്. ഇന്ന് ആക്ച്വലി വർക്കിംഗ് ഡേ. പക്ഷെ ഞങ്ങൾ ഭയങ്കര മടിയായതുകൊണ്ട് പിന്നെ നിങ്ങൾ ഒരു വീഡിയോ വരും, ലൈക്ക് മീനൂസ് ഫെയർവെൽ വീഡിയോ. അത് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, ലൈക്ക് അവളുടെ ലാസ്റ്റ് ഡേ നെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അവളുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു ലാസ്റ്റ് തേഴ്സ്ഡേ. അപ്പോൾ അതിന്റെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. നമ്മൾ സൂൺ പോസ്റ്റ് ചെയ്തായിരിക്കും. മേ ബി ഇതായിരിക്കും ഫസ്റ്റ് വരുന്ന വീഡിയോ, ബിക്കോസ് ഇത് ഈസി ടു എഡിറ്റ് ആണ്.
പിന്നെ ഓക്കെ ഇനി വീഡിയോ സജഷൻസ് ആയി ഇതിനാ ജയിച്ച എനിക്ക് ഗിഫ്റ്റ് ഒന്നുമില്ല. Okay guys, thank you so much for watching our vlog. അപ്പോൾ vlog അല്ല, who knows better. ഈ വീഡിയോ ഇഷ്ടമായവര് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എടാ ഇത് പോസ്റ്റ് ആയോ?